അടുത്തതായിട്ട് ആരോഗ്യ സംരക്ഷണം. അത് വളരെ നമ്മുടെ എല്ലാം ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, ഭരിക്കാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല. ജോലി കൊടുത്താലും ആരോഗ്യം വേണമല്ലോ, ആരോഗ്യം. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യത്തിന് വേണ്ടി കൺസെപ്റ്റ് എന്താണ്? ഇവിടെ ഞാനൊരു കമ്പനി തുടങ്ങിയിരിക്കുന്നത് ഹെൽത്ത് ഈസ് വെൽത്ത് ആൻഡ് ഫ്രീഡം അൺലിമിറ്റഡ്. ഹെൽത്ത് ഈസ് വെൽത്ത്, അത് സമ്മതിക്കുന്നു. ഫ്രീഡം അൺലിമിറ്റഡ്, അതിൻ്റെ കൂടെ ഫ്രീഡം അൺലിമിറ്റഡ് എങ്ങനെ? നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ആരുടെയും പിന്നെ സഹായം വേണ്ടാതെ നടക്കാമോ? നടക്കാം. ഇന്ന് അസിസ്റ്റഡ് പിന്നെ താമസമെന്നും പറഞ്ഞുകൊണ്ട് എവിടെല്ലാം ആൾക്കാർ താമസിക്കുന്നത്, നഴ്സിംഗ് ഹോം, ഇതിപ്പോൾ പൂർണ്ണ ആരോഗ്യം ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? അപ്പോൾ വയസ്സാകുമ്പോഴോ? വയസ്സാകുന്നപ്പോൾ അസുഖം ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല, ഓട്ടോമാറ്റിക്കലി ചോദിക്കുന്നതിന് ഉത്തരം പറ. അസുഖം ഇല്ല, പക്ഷെ എന്നാലും വയസ്സാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സഹായം ആവശ്യമാണ്. വേണ്ട, വയസ്സാകുമ്പോൾ അസുഖം ഉണ്ടാവാതിരിക്കാനുള്ള വഴികളാണ് പൂർണ്ണമായും. നമ്മൾക്ക് ഇപ്പോൾ പൊള്യൂഷൻ ഇല്ല, പിന്നെ സമയാസമയം ആഹാരം. ഒരു കൊല്ലം ഉള്ളൂ എന്ന് ഓർക്കണം, നമ്മുടെ ഒരു കൊല്ലത്തിനുള്ളിൽ നടപ്പാക്കേണ്ട വ്യവസ്ഥയാണ്. ഒരു കൊല്ലം കൊണ്ടായി നടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൊല്ലവും നടക്കുവാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഗവൺമെന്റ് അപ്പോൾ ഈ അധികാരത്തിൽ ഏറുമ്പോൾ കുറെ വയസ്സന്മാരുണ്ടായിരിക്കും, അവരെ എവിടെ കൊണ്ടുവന്നാക്കും? അവരെ എങ്ങും കൊണ്ടാക്കണ്ട, അവർക്ക് നല്ല ആഹാരങ്ങൾ കൊടുത്താൽ മതി. അവരെ സംരക്ഷിക്കുന്നത് ഇന്നുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ശരിയായി ഇന്നുള്ള രോഗികൾ എന്ത് ചെയ്യും? ഇന്ന് രോഗം ഉണ്ടാകുന്നതിന് കാരണം ഇന്നത്തെ ഈ കെമിക്കൽ മെഡിസിൻ. ഞാൻ ജനിച്ച എൻ്റെ കൊച്ചുനാൾ മുതൽ സിനിമ കാണാൻ പോകുമ്പം തലയിൽ വലിയ സാരഡോൺ സാപ്പിടുങ്ങൾ, തമിഴിൽ ഒരു പരസ്യം മലയാളത്തിൽ ധാരാളം ഉണ്ട്. തലയിൽ വലിയ സാരഡോൺ സാപ്പിടുങ്ങൾ അല്ലെ അനാസിൻ. തലവേദനയ്ക്ക് മരുന്ന്, തലവേദന എന്നൊരു അസുഖമുണ്ടോ? ഉണ്ട്. ഇല്ല ഇല്ല ഇല്ല. തലച്ചോറിലെ വെള്ളം കുറയുമ്പോൾ വെള്ളം ആവശ്യപ്പെട്ട് രാജൻ ഇപ്പൊ തലവേദന എടുക്കുന്ന മാതിരി ഇല്ല. എനിക്ക് തലവേദന ഇല്ല. എനിക്ക് തലവേദന വന്നാൽ ഞാൻ 1, 2, 3 ഗ്ലാസ് വെള്ളം കുടിക്കും, അപ്പോഴേ തലവേദന പോകും. കാരണം തലച്ചോറ് 70% വെള്ളമാണ്. അതിനകത്ത് വെള്ളം കുറയുമ്പോൾ തലവേദന എടുക്കും. അന്നേരം ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ തലവേദന പോകും. അതിന് പകരം മരുന്ന് നിന്നാൽ തലയ്ക്കകത്ത് പിന്നെയും കേടാവും. അങ്ങനെ നിങ്ങളെ പരസ്യം നടത്തി ഈ കെമിക്കൽ അടുപ്പിച്ച് കുറേ കഴിയുന്ന പറഞ്ഞാൽ ഈ കെമിക്കൽ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തുള്ള മൊത്തവും സെല്ലുകൾ കേടാക്കും. അപ്പം നിങ്ങൾ ഈ പറഞ്ഞു വരുന്ന ഈ ബഹുരാഷ്ട്ര കമ്പനികളും ഈ ഡോക്ടേഴ്സും ഇപ്പോഴത്തെ ഈ ആധുനിക മെഡിക്കൽ സംവിധാനങ്ങളും അതിൻ്റെ പ്രവർത്തിപ്പിക്കുന്നവരെല്ലാം വെറും വിഡ്ഢികളും മണ്ടന്മാരും ആണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അല്ല, വഞ്ചന, മഹാവഞ്ചന. കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അതിനകത്തൊക്കെ ഉള്ളവർക്ക് ധാരാളം ഈ ഒരു ഡോക്ടേഴ്സിന് ഈ ഇതിൻ്റെ പുറകെ നടക്കുന്ന ധാരാളം പേർക്ക് നോർവേയിൽ നിന്നും നോബൽ പ്രൈസും വാരിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവർ ലോകത്തിലെ ഈ മണ്ടന്മാരും വിഡ്ഢികളും ഒക്കെയാണോ ഇത് നിയന്ത്രിക്കുന്നതും? ഇനി കേട്ടോ, all chemical medicines changes the chemistry of your body and destroy the immune system and the internal organs. When your internal organs are destroyed, your immune system is damaged, you have to take medicines. For that, they every time tell you to take this medicine, that medicine and this medicine. And have you ever noticed the side effect of that? അല്ല, അവരെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി അത്ര തന്നെ, അല്ലാത്ത അതിനകത്ത് വേറെ ഒരു കാര്യമില്ല. നമുക്ക് ആരോഗ്യവകുപ്പ് കേരളത്തിലുമുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പഴയ പിന്നെ ഇംഗ്ലീഷ് മെഡിസിൻ്റെ ഇതിൻ്റെ, അതായത് ഇംഗ്ലീഷ് മരുന്നുകൾ ഒഴിവാക്കി ഈ സൈഡ് എഫക്റ്റ് ഉണ്ടോ നമ്മുടെ ശരീരം റിജക്റ്റ് ചെയ്തു എന്നതിനർത്ഥം. റിജക്റ്റ് ചെയ്ത് വീണ്ടും കഴിക്കാൻ. അതായത് രാജൻ പറയുന്നത് സൈഡ് എഫക്റ്റ് ഉള്ള മരുന്ന് ഒഴിവാക്കുക, മറ്റു മരുന്നുകൾ ഒക്കെയാണോ? സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ഇംഗ്ലീഷ് മരുന്നും ഇല്ല. ആയുർവേദത്തിനകത്തും സൈഡ് എഫക്റ്റ് വളരെ ഇല്ലാത്തതാണ് കൂടുതലും. അപ്പോൾ അത് കഴിക്കുന്നതിൽ വിരോധം. അതും കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി പറഞ്ഞുതരാം. പ്രകൃതി ചികിത്സിക്കണ്ട, മനുഷ്യൻ പ്രകൃതിയിലേക്ക് മടങ്ങുക. നമ്മളെ ഈ ഇംഗ്ലീഷ് മരുന്നുകാരെ അല്ലെങ്കിൽ ഈ ഇവർ പറഞ്ഞ് കളിപ്പിച്ച കാരണം നമ്മുടെ ചെറുപ്പകാലത്ത് ഉപയോഗിച്ചിരുന്ന തവിട് ഇപ്പം ആരും കഴിക്കത്തില്ല, വെളുത്ത ചോറേ തിന്നു. അതായത് താങ്കൾ തവിട് കഴിക്കണം. താങ്കൾ കഴിക്കുന്നുണ്ട്? ഞാൻ ചുമന്ന ചോറ് കൊണ്ട് ആഹാരം കഴിക്കുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് 62 വയസ്സുണ്ട്, യാതൊരു അസുഖവും ഇല്ല, പനിയില്ല. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പന്നി തിന്നുന്ന മാതിരി ചുമ്മാ തവിട് കുറച്ചങ്ങ് വാരി കഴിച്ചാൽ? അല്ല, പന്നിക്ക് തവിട് കൊടുക്കുന്ന പന്നിക്ക് ആരോഗ്യമുണ്ടോ? അതിനാരെങ്കിലും മരുന്ന് ചെയ്യുന്നുണ്ടോ? തവിട് കഴിക്കുന്ന കന്നാലികൾ വരെ നല്ല സുന്ദരമായിട്ട് ജീവിക്കുന്ന മനുഷ്യന് മാത്രം മരുന്ന് ചെയ്താൽ മതി. ഈ തവിട് പോകുന്നത് കൊണ്ടാ.
ഓ, തവിടിൻ്റെ ഗുണമാണ്. തവിടിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ തവിടിന് നമ്മുടെ ആഹാരത്തിൽ 6000 ഇരട്ടി ഫലമാണ് വൈറ്റമിനുകളുള്ളത്. ഒന്ന് തടസ്സപ്പെടുത്തിക്കോട്ടെ. അതായത് എനിക്കൊരു ചോദ്യം. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മണ്ഡലത്തിൽ പെട്ടതാണെങ്കിൽ പോലും ആരോഗ്യത്തിൻ്റെ, അപ്പോൾ ഇപ്പോഴത്തെ രീതിയിലുള്ള ഈ മെഡിക്കൽ കോളേജുകൾ ആരോഗ്യശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്യുന്നതാണല്ലോ, ഡോക്ടർമാരെ സൃഷ്ടിക്കുന്നതാണല്ലോ. അപ്പോൾ ആ മേഖലയിൽ താങ്കളുടെ എന്താ ചെയ്യുന്നത്? അല്ല, ഇല്ലായ്മ ചെയ്യും. ഒരു വലിയ വഞ്ചന ഇത്രയും വളർന്ന് വലുതായത് മെഡിക്കൽ വിദ്യാഭ്യാസം ഇല്ലായ്മ ചെയ്യും. അത് മെഡിക്കൽ വിദ്യാഭ്യാസം ജനങ്ങൾക്ക് ആരോഗ്യം വരിക എന്നുള്ളതാണ് എൻ്റെ ഇത്. ആരോഗ്യം വരാൻ വേണ്ടി നാച്ചുറലായിട്ട് ജനങ്ങൾക്ക് എന്തൊക്കെ ആഹാരം നല്ലത് കഴിക്കാമോ അത് കഴിച്ചാൽ അവർക്ക് ആരോഗ്യം വരും. ആ ആരോഗ്യം വന്നാൽ പിന്നെ മരുന്നിൻ്റെ ആവശ്യമില്ല, മരുന്ന് കടയുടെ ആവശ്യമില്ല. അതായത് മെഡിക്കൽ വിദ്യാഭ്യാസം അവർ വിദ്യാഭ്യാസിച്ചോട്ട് ജനങ്ങൾക്ക് അത് ആവശ്യമില്ലാതെ വരുമ്പോൾ അവർ തന്നെ നിന്നോളും, ആരെ നിർത്താൻ പോകുന്നില്ല. ഇതൊക്കെ തകർന്നുടഞ്ഞില്ലാതാവും. അപ്പം മിസ്റ്റർ രാജൻ, അതായത് ഇപ്പം ധാരാളം കാര്യങ്ങളെപ്പറ്റി വിശദീകരിച്ചു. താങ്കളുടെ പൊളിറ്റിക്കൽ അജണ്ട, ഭരണ സംവിധാനം എല്ലാം വിവരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ഇതെല്ലാം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനായിട്ട് താങ്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് കാണിക്കാം, എന്തെങ്കിലും, അതായത് ഞങ്ങളെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ കാണിക്കാം, പ്രദർശിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ആ ചോദ്യം എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ഇതുവരെ ഇതിനു വേണ്ടി ചെയ്തു എന്നല്ലേ ചോദിക്കുന്നത്? അത് തന്നെ, എന്ത് ചെയ്തു? ഞാൻ 84 സംസാരിച്ചാൽ പോരല്ലോ, എന്ത് ചെയ്തു? ആരാണ് സംസാരിക്കുന്നത്, ആരാ പറയുന്നത് എന്ന് ജനം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു അഡ്രസ് അത് വേണം. ആ ഒരു അഡ്രസ്സ് കിട്ടാൻ വേണ്ടി ഞാനൊരു പടം പിടിച്ചു. ഇതാരാണ്? അത് മേനകയാണ്. മേനക എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നതാണ്. ഈ പടം അഭിനയിക്കാൻ കാരണം ഇന്നാര് പറയുന്നു, ഇപ്പം മമ്മൂട്ടി പറഞ്ഞാൽ 10 പേര് കേൾക്കും. അതുപോലെ രാജൻ ഒരു സിനിമാ നടൻ പറഞ്ഞാൽ 10 പേര് കേൾക്കും. എനിക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടി ഒരു വേദി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാശ് ഉണ്ടാക്കിയത്. ആ പടം സാമ്പത്തികമായി വിജയിക്കേണ്ടത് അത് നാട്ടിലെ കള്ളന്മാർ കാരണം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പടം എടുത്തു. അതെന്തായിരുന്നു? അതും കളിപ്പിക്കപ്പെട്ടു. അപ്പോൾ അതോടുകൂടി അതങ്ങ് നിർത്തി. അത് നിർത്തിയിട്ടാണ് ഞാൻ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി നോട്ടീസ് അടിച്ചത്. എന്താ ഈ നോട്ടീസ് അടിച്ചു, പിന്നെ എന്താ വലിയ വലിയ നോട്ടീസും ഒക്കെ അടിച്ച് ഫോട്ടോയും ഒക്കെ വെച്ച് പല നടന്നു നോക്കി. അവിടെ അങ്ങ് ഏക്കത്തില്ല. കാരണം ചെന്നിടത്തൊക്കെ ഈ നിഷേധം ഈ പാർട്ടിക്കാരുടെ പിടുത്തത്തിൽ നിന്ന് വിടാനൊക്കാത്ത രീതിയിൽ കൂടാണ് നമ്മുടെ ചെരുപ്പ് തേഞ്ഞത് മാത്രം മെച്ചം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെയുള്ള വിദേശ മലയാളികൾ മുഖേന അവരവരുടെ സ്വന്തക്കാര് നാട്ടിലുള്ളവരെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തുക. അങ്ങനെ അവരവരുടെ സ്വന്തക്കാരെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തുമ്പോൾ അമേരിക്കയിലുള്ള മലയാളികൾ അല്ലെങ്കിൽ ഗൾഫിലോ അല്ലെങ്കിൽ വിദേശ മലയാളികളുടെ ഒരു ഗവൺമെൻറ് നാട്ടിൽ വരണം. അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള എല്ലാ എക്സ്പീരിയൻസും എല്ലാ ഇതും കണ്ടറിഞ്ഞ് പഠിച്ച ആൾക്കാർ നാട്ടിൽ വന്ന് നാട്ടിൻ്റെ ഭരണം നടത്താൻ പറ്റും. അങ്ങനെ നടത്തുന്നത് കൂടാതെ എൻ്റെ ഈ നിയമങ്ങൾ നടപ്പിലാകുമ്പോൾ ഓരോ കൊല്ലവും തെരഞ്ഞെടുപ്പ് നടത്തും. ഓരോ കൊല്ലവും ഒരു സംശയം, വീണ്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോ കൊല്ലം 5 വർഷം ഇപ്പോഴത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റിമറിച്ച് എഴുതിക്കണം. ഒരു കാര്യം, ഈ 5 കൊല്ലം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരവസ്ഥ എവിടെ എപ്പോഴുണ്ടായി അറിയാമോ? പോരാ, വിശദീകരിക്കണം, ചുരുക്കമായിട്ട് വിശദീകരിക്കണം. അത് ആദ്യം മനസ്സിലാക്കണം. അത് തന്നെ, അത് ആദ്യം മനസ്സിലാക്കുമ്പോൾ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് പാർലമെൻറ്റും രാജാവും തമ്മിൽ ഉണ്ടാക്കിയപ്പോൾ എല്ലാ 5 കൊല്ലത്തിലും തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് ഏതാണ്ട് 650 കൊല്ലം മുമ്പ് ഒരു തീരുമാനം ഉണ്ടായി. 1400 ആ നിയമം ഇപ്പോഴും ആ നിയമം അന്ന് 1600 5 കൊല്ലം ഇന്നത്തെ 5 ദിവസത്തിന് തുല്യമല്ല. ഇന്നലെ ഒരാൾ പറഞ്ഞ് ഈ പിന്നെ ഇലക്ട്രോണിക് സാധനം വാങ്ങിച്ച 6 മാസം കഴിയുമ്പം അത് പിന്നെ ആർക്കും വേണ്ട. ഇത്രയും ഭയങ്കരമായിട്ട് പുരോഗതി നടക്കുന്ന സമയത്ത് 650 കൊല്ലം മുമ്പ് വെച്ച 5 കൊല്ലം എന്ന് പറയുന്നത് ഇന്നത്തെ 5 ദിവസത്തിന് തുല്യമല്ലാത്തത് കാരണം ഒരു സംശയം, ഒരു കൊല്ലത്തിനകം തെരഞ്ഞെടുപ്പ് നടന്നാൽ കൂടെ അത് ലേറ്റാണെന്നാണ് ഞാൻ പറയുന്നത്.
ഒരു കൊല്ലത്തിനകം ഒരു നാടിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് പിന്നെ മുമ്പോട്ട് പോകരുത്. ഒന്ന് തടസ്സപ്പെടുത്തിക്കോട്ടെ. അതായത് ഈ ഒരു കൊല്ലം കൊണ്ട് ഇതെല്ലാം നടപ്പാക്കാൻ പറ്റും. അതായത് താങ്കൾക്ക് നടപ്പാക്കണമെങ്കിൽ കുറേ സമയം വേണ്ടേ? അതായത് അങ്ങ് കയറി ഉടനെ ഇറങ്ങുക, ഒരു കൊല്ലത്തിനകം കയറുക, ഉടനെ ഇറങ്ങുക. കാര്യം ഒന്നുകൂടെ ചിന്തിക്കണം, മുമ്പോട്ട് ചിന്തിക്കണം. ഈ ഒരു കൊല്ലം കൊണ്ട് നടപ്പിലാക്കാൻ ഒക്കാത്ത സമയം കിട്ടാതെ വരും. ആ കാര്യം നടപ്പിലാക്കാൻ നടപ്പിലാക്കാത്തവരെ അല്ലേ വിളിക്കളയുന്നത്? നടപ്പിലാക്കുന്നവരെ വീണ്ടും തെരഞ്ഞെടുക്കത്തില്ലയോ, റീഎലക്ട് ചെയ്യുക. അപ്പൊ അത്ര സ്പീഡായിരിക്കണം, അത് ചെയ്യുന്നവരെ വീണ്ടും എലക്ട് ചെയ്യും, ചെയ്യാത്തവരെ അടിച്ചു വെളിയിൽ കളയും. ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കയറിയിട്ടാൽ പിന്നെ 5 കൊല്ലം കുത്തിയിരുന്നു കാശുണ്ടാക്കിക്കൊണ്ട് പോയാൽ മതിയോ?